പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് അവൻ്റെ സൗഖ്യം, ആഫിയത്ത് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ ആഫിയത്തിനെ അല്ലാഹുവോട് ചോദിക്കണം. ഫഇന്നഹു മാ ഉതിയ അബ്ദുൻ ബഅദ യഖീനിൻ ശൈഅൻ ഖൈറൻ ലഹു മിനൽ ആഫിയ. ഒരു മുഅ്മിനായ മനുഷ്യന് അല്ലാഹു ഹിദായത്ത് നൽകിയതിനു ശേഷം പിന്നീട് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട നിഅമത്താണ്, അനുഗ്രഹമാണ് ആഫിയത്ത്, സൗഖ്യം, ആരോഗ്യം എന്ന് പറയുന്നത്. ഈമാനും ആരോഗ്യവും ഒരാൾക്ക് കിട്ടിയാൽ അയാൾക്ക് ഈ ഭൂമി ലോകത്ത് വലിയ സൗഭാഗ്യം ലഭിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഈമാനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈമാൻ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടി നിരന്തരം നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഖുർആനിൽ അല്ലാഹു അത് പഠിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അത് നിലനിർത്തുന്നതിന് വേണ്ടി നിസ്കാരത്തിൽ വരെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന്. ഇതുപോലെ തന്നെയാണ് ആഫിയത്ത്. ആഫിയത്തില്ലാതെ നമുക്ക് നീണ്ടു നിവർന്ന് കിടക്കാനോ നിൽക്കാനോ നല്ല കാര്യങ്ങൾ ചെയ്യാനോ ഇബാദത്തുകളിൽ മുഴുകാനോ നമ്മുടെ ജീവിത സന്ധാരണത്തിന് ആവശ്യമായ ഇടപെടലുകൾ നടത്താനോ ഒന്നിനും കഴിയൂല. അപ്പോൾ ആഫിയത്തിന് വേണ്ടിയും ഇതുപോലെ പ്രാർത്ഥിക്കണം. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ഹീന യുസ്ബിഹു വഹീന യുംസി. പ്രഭാത പ്രദോഷ സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ എന്നായിരുന്നു. പടച്ചോനെ, ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ എന്ന പ്രാർത്ഥനയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ്. ഒരിക്കൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലിംനി ശൈഅൻ അദ്ഉ ബിഹി. അല്ലാഹുവോട് ദുആ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം, നിരന്തരം ചോദിക്കേണ്ട ഒരു കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, സലില്ലാഹൽ അഫ്വ വൽ ആഫിയ. അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനവും ആഫിയത്തും ഇത് നിരന്തരം ചോദിക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ മടങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസം വീണ്ടും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇതേ ചോദ്യം ആവർത്തിച്ചു. നബിയെ, എനിക്ക് വീണ്ടും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് അങ്ങ് പഠിപ്പിച്ചു തരണം, അല്ലാഹുവോട് ചോദിക്കാൻ. തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ആഫിയത്തിനെ ചോദിച്ചോളൂ. ഇന്നലെ പറഞ്ഞ അതേ മറുപടി തന്നെ. മൂന്നാമത്തെ ദിവസവും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇത് ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, യാ അമ്മ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പിതൃവ്യനെ, നിങ്ങൾ ചോദിക്കേണ്ടത് എന്താണ്? നിങ്ങൾ എന്താണ് ചോദിക്കേണ്ടത്? നിങ്ങൾ ആഫിയത്തിനെയും ആഫിയത്തിനെയുമാണ് ചോദിക്കേണ്ടതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 ദിവസവും വന്ന് ചോദിച്ച ചോദ്യം ഒന്ന്, പറഞ്ഞ ഉത്തരവും ഒന്ന്. പറഞ്ഞത് ആഫിയത്തിനെ ചോദിക്കാൻ. അപ്പൊ അതിപ്രധാനമായ ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു നമുക്കൊക്കെ ആയുരാരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. തങ്ങൾ അവിടെ നിന്ന് ഒരിക്കൽ പ്രസംഗിക്കുകയാണ്, ഇന്ന ഫിൽ ജുമുഅതി ലസഅ. ജുമുഅ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ റജുലുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ ഫീഹാ ഖൈറൻ ഇല്ലാ അഅതാഹുല്ലാഹ്. ആ സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവോട് ഈ കരങ്ങളും ഉയർത്തി ഒരു ചോദ്യം ചോദിച്ചാൽ പടച്ച റബ്ബ് ഒരിക്കലും തന്നെ തിരസ്കരിക്കുകയില്ല. അല്ലാഹു അത് തട്ടിക്കളയുകയില്ല. അത്തരം ഗോൾഡൻ ചാൻസ് ആയ ഒരു സമയം, വളരെ വിലപ്പെട്ട ഒരു സമയം നിങ്ങൾക്ക് അല്ലാഹു തആല എല്ലാ ജുമുഅ ദിവസവും വെച്ചിട്ടുണ്ട്. ഏതാണ് ആ സമയമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലേ? ആ സമയത്ത് ആ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന സദസ്സിൽ നിന്നുള്ള ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഫമാദാ അസ്അലു. ആ സമയം ഞാൻ എന്താണ് ചോദിക്കേണ്ടത് നബിയേ? എന്താണ് ഞാൻ ചോദിക്കേണ്ടത്? നിങ്ങൾ പറഞ്ഞു, സലില്ലാഹൽ അഫ്വ ഫിദ് ദുനിയ വൽ ആഖിറ. നിങ്ങൾ അഫ്വിനെയും ആഫിയത്തിനെയും നിങ്ങൾ ചോദിക്കുക എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിരന്തരം ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഹിദായത്ത് ചോദിക്കുന്നത് പോലെ ചോദിക്കേണ്ട ഒരു വിഷയമാണ് അവന്റെ ആഫിയത്ത്, ആയുരാരോഗ്യവും സൗഖ്യവും അതെന്നും നിലനിൽക്കുക എന്നത്. അതുകൊണ്ടാണ് പ്രഭാത വേളയിലുള്ള നിസ്കാരത്തിൽ നാം എല്ലാവരും സുബ്ഹിയിൽ ചോദിക്കുന്നത്, അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈ.
ഹിദായത്തിനെ ചോദിക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ? അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് നൽകണേ എന്നാണ്. നോക്ക്, നിങ്ങൾ ഹിദായത്ത് ചോദിക്കുന്നതിന്റെ അതേ പ്രാധാന്യത്തോടുകൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് പഠിപ്പിച്ചു തരിക. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം അത് വളരെയധികം ശ്രദ്ധിക്കുക, പരിരക്ഷിക്കുക, അത് ശ്രദ്ധയോടുകൂടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ്. ഇപ്പൊ നമ്മുടെ സാഹചര്യം മഴക്കാലമായപ്പോ പലർക്കും പലവിധങ്ങളായ രോഗങ്ങളൊക്കെ പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. സാംക്രമികമായ രോഗങ്ങൾ, പനികൾ, വൈറൽ പനികൾ, ഡെങ്കിപ്പനി അടക്കമുള്ളത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ തലങ്ങളിൽ നിന്ന് പലവിധങ്ങളായ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതെല്ലാം കൃത്യമായി ശ്രദ്ധയോടുകൂടെ വളരെ പ്രാധാന്യത്തോടുകൂടെ നാം എല്ലാവരും അത് ശിരസാവഹിക്കുകയും കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്യണം. അപ്പോഴേ അവൻ മുസ്ലിം ആവുകയുള്ളൂ. എന്തുകൊണ്ട്? ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ കൃത്യമായി മതത്തിന്റെ കൃത്യമായ നിലപാടുകളോടെ പഠിപ്പിച്ചു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, രോഗിയായി തീരാതിരിക്കുന്നതിന് വേണ്ടി അവൻ എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആരോഗ്യ വിദഗ്ധന്മാർ നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് രോഗം വരാതിരിക്കാനുള്ള പ്രിക്കോഷനായി, അതിന്റെ മുൻ നടപടികളായി നിങ്ങൾ നിലകൊള്ളേണ്ട മാർഗനിർദ്ദേശങ്ങളിൽ ആദ്യമേ പറഞ്ഞത് ശുചിത്വം ഉണ്ടായിരിക്കുക എന്നതാണ്. ശുചിത്വം ഉണ്ടായിരിക്കുക എന്നതാണ്. ആ ശുചിത്വത്തിന്റെ പ്രാധാന്യം എത്രയാണ്! ഈമാനുമായി ചേർത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത്തഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് ശുചീകരണം എന്നാണ്. ഒരു മുസ്ലിം ശുദ്ധിയോടുകൂടെ നടക്കുക എന്നത്, ശുചിത്വത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അവന്റെ ഈമാന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്തിൽ തന്നെ തുടക്കത്തിലുള്ള അധ്യായം കിതാബു ത്വഹാറയാണ്. ശുദ്ധീകരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒരു മനുഷ്യൻ ശുദ്ധിയാവണം, അതാണ് കർമ്മം ആദ്യമായി അവനെ പഠിപ്പിക്കുന്നതാണ്. ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിന്റെ തുടക്കം നിങ്ങൾ ശുദ്ധിയാവുക എന്ന് പഠിപ്പിച്ചിട്ടാണ്. ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യൻ 5 നേരം വുളു എടുക്കുകയാണ്. വുളു എടുക്കുന്ന സമയത്ത് അവന്റെ കൈകാലുകളിൽ എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളും വൃത്തിയാക്കുന്നു, അവന്റെ മുഖം കഴുകുന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു, വായിൽ വെള്ളം കുപ്പിളിക്കുന്നു. ഇതൊക്കെ രോഗം വരുന്നതിൽ നിന്ന് തടയും എന്ന് ഇന്ന് ആധുനിക ശാസ്ത്രം തന്നെ പറയാം. അത്രയും ശുദ്ധിയോടുകൂടെ നടക്കണം. അങ്ങനെ ശുദ്ധിയോടുകൂടെ നടക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നതെന്ന് ഖുർആൻ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പേഴ്സണലി അവൻ ഏത് അവസരത്തിലും ശുദ്ധിയോടുകൂടെ ആയിരിക്കണം ജീവിക്കേണ്ടത്. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം മുതൽ അവന്റെ ജീവിതത്തിൽ 24 മണിക്കൂറും ഈ ശുദ്ധീകരണത്തെ കുറിച്ച് ഇസ്ലാം വളരെ വാചാലമായി സംസാരിച്ചു. ഒരു മനുഷ്യൻ ജീവിതത്തിൽ അവൻ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇദസ്തൈഖള അഹദുകും മിൻ നൗമിഹി, നിങ്ങൾ ആരെങ്കിലും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാൽ ഫലാ യഗ്മിസ് യദഹു ഫിൽ ഇനാ, നിങ്ങളുടെ കൈ ഒരിക്കലും തന്നെ പാത്രത്തിൽ കൊണ്ടുപോയിടാൻ പാടില്ല. ഹത്താ യഗ്സിലഹാ സലാസൻ, അത് നിങ്ങൾ അവിടെ നിന്ന് വെള്ളം കോരിയെടുത്തൊഴിച്ച് കഴുകണം, 3 തവണ കഴുകി വൃത്തിയാക്കണം. എന്താ കാരണം? ഫഇന്നഹു ലാ യദ്രി ഐന ബാത്തത് യദഹു, രാത്രി ഉറങ്ങുന്ന സമയത്ത് അവന്റെ ശരീരത്തിലൂടെ ഏതെല്ലാം ഭാഗങ്ങളിൽ അവന്റെ കൈ ചലിച്ചിട്ടുണ്ട്, അവൻ എവിടെയെല്ലാം കൊണ്ടുപോയി മാന്തിയിട്ടുണ്ട് എന്ന് അവന് അറിയുകയില്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇസ്ലാം പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, അങ്ങനെ ആ വെള്ളം ഒരിക്കലും തന്നെ മ്ലേച്ഛമായി വേസ്റ്റായി പോകാൻ പാടില്ല. ആ വെള്ളത്തിൽ ഇത് പിന്നീട് ഉപയോഗിക്കാൻ വരുന്ന ആളുകൾക്ക് അവനിലുണ്ടാകുന്ന എന്തെങ്കിലും അനാരോഗ്യകരമായ വല്ല രോഗത്തിന്റെയും ബാക്കി പത്രങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാൻ പാടില്ല. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഏറ്റവും സുന്ദരമായ പാഠമാണ്. അവന് ഉറങ്ങി എഴുന്നേറ്റ സമയം മുതൽ അവന്റെ ശുദ്ധീകരണം തുടങ്ങി. പിന്നീട് ഇസ്ലാം പഠിപ്പിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ ശ്രദ്ധ കൊടുക്കാൻ പറഞ്ഞ കാര്യവും മിസ്വാക്ക് ചെയ്യുക എന്നതാണ്, ബ്രഷ് ചെയ്യുക. അവന്റെ വായെപ്പോഴും ശുദ്ധീകരണം നടത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വായ് ശുചീകരിക്കുക എന്നത് അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമായ കാര്യമാണ്. അവന്റെ ശാരീരികമായ ശുചീകരണത്തിനത് നിദാനവുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? തങ്ങൾ ബ്രഷ് ചെയ്യുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാവർത്തികമാക്കിയിട്ടാണ് നമ്മോട് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങളിൽ പലർക്കും ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ടാണ്. ഇല്ല എങ്കിൽ 5 വക്ത് നിസ്കാരത്തിന്റെ സമയം ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ബ്രഷ് ചെയ്യാൻ നിർബന്ധപൂർവ്വം കൽപ്പിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര പ്രാധാന്യത്തോടെയാണ് ഈ വിഷയമൊക്കെ പറയുന്നത്. ഒരു മനുഷ്യന്റെ ശുചീകരണം കഴിഞ്ഞില്ല, അവന്റെ ശരീരത്തിൽ അവൻ വളർത്തിക്കൊണ്ടിരിക്കുന്ന അവന്റെ മുടിനാരിഴകൾ അത് ചട പിടിച്ചുകൊണ്ട് നിൽക്കാൻ പാടില്ല. അതെല്ലാം ചീകി നല്ല വൃത്തിയോടുകൂടെ ആയിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ കാന ലഹു ശഅറുൻ ഫല്യുക്രിമു. ആരെങ്കിലും മുടി നീട്ടി വളർത്തുകയാണെങ്കിൽ അത് നന്നായി അതിനെ നിങ്ങൾ പരിപാലിക്കണമെന്ന്, അത് ചീകി മിനുക്കി നല്ല വൃത്തിയോടുകൂടെ കൊണ്ട് നടക്കണമെന്ന്. ശാരീരികമായ എല്ലാ കാര്യങ്ങളിലും ശുചീകരണം, അവന്റെ നഖം വെട്ടണം, അതെല്ലാം ഫിത്രത്താണ്, നിങ്ങളുടെ പ്രകൃതിപരമായുള്ള ശുചീകരണത്തിന്റെ ഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫിത്രത്തു ഖംസുൻ أو خمس من الفطرة الختان والاستحداد وتقليم الأظفار ونتف الإبط وقص الشارب. മീശ വെട്ടുക, നിങ്ങളുടെ ചില രോമങ്ങളൊക്കെ നിങ്ങൾ നീക്കം ചെയ്യുക, നഖം വെട്ടുക, ഇതൊക്കെ വെള്ളിയാഴ്ചയിൽ പ്രത്യേകം സുന്നത്താക്കി. നഖത്തിന്റെ അടിയിൽ വരുന്ന ചളികളാണ് പല രോഗങ്ങൾക്കും കാരണം എന്ന് പഠനങ്ങൾ പറയുമ്പോൾ ഒരാഴ്ചയിലെങ്കിലും ഒരു ദിവസം ആ നഖം വെട്ടിയിട്ട് ശുചീകരിക്കാൻ, അത് മതത്തിന്റെ ഭാഗമായി പാർട്ടായി ഇസ്ലാം സുന്നത്തായ കർമ്മമായി നമ്മോട് ഇസ്ലാം പറയുകയാണ്. ആലോചിച്ച് നോക്ക്, ആവശ്യപ്പെടുകയാണ്. ഇവിടെയാണ് ഇസ്ലാമിന് ശുചീകരണത്തിന്റെ പ്രാധാന്യം. രോഗം വരുന്നതിൽ നിന്ന് ഏറ്റവും പ്രധാനമായി നാം പ്രിക്കോഷനായി ആദ്യമേ കരുതേണ്ട, മുൻകരുതലായി സ്വീകരിക്കേണ്ടതിൽ ആദ്യം പറയുന്നത് നിങ്ങൾ ശുചിത്വത്തോടുകൂടെ ജീവിക്കുക എന്നതാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് ഓരോ കാര്യങ്ങളിലും അതിന്റെ ഇടപെടലുകൾ നടത്തുകയുണ്ടായി. എന്ന് മാത്രമല്ല, അതാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറൻ ഫി മൻസിലിന. സഹാബത്ത് പറയും, ഞങ്ങളെ വീട് സന്ദർശിക്കാൻ വേണ്ടി ഇരിക്കുന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഫറഅ റജുലൻ ശൈഖ. അന്നേരം അതാ ജട കുത്തിയ ഒരു മനുഷ്യൻ മുടിയൊന്നും ചീകാതിരിക്കുന്നുണ്ട്. ആ മനുഷ്യനെ വിളിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, അമാകാന യജിദു ഹാദാ മാ യുസക്കിനു ബിഹി റഅസ. തല ചീകാൻ ഒരു ചീർപ്പ് പോലും നിന്റെ കയ്യിൽ കിട്ടിയില്ലേ? എന്താണ് നീ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശകാരിച്ചു. മ്ലേച്ഛമായ രൂപത്തിൽ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രം മുഷിഞ്ഞു പോയിട്ടുണ്ട്, അതില് ചേറ് പുരണ്ട് ചളി പുരണ്ട് മുഷിഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ വസ്ത്രം കഴുകാനുള്ള ഒന്നും കിട്ടിയില്ലേ, ഒരു സോപ്പ് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശകാരിക്കുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് സ്വഹാബത്തെ കിറാം രേഖപ്പെടുത്തി വെക്കുകയാണ്. നോക്ക് നിങ്ങൾ, അപ്പൊ ശുദ്ധിക്ക് പ്രാധാന്യം നൽകുകയും അശുദ്ധിയോടെ നടക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തുകയും ചെയ്തതുകൊണ്ടാണ് ആ അശുദ്ധിയിൽ നിന്നാണ് പലപ്പോഴും രോഗാണുക്കൾ ഉടലെടുക്കുന്നത് എന്നാണ്. മാത്രമല്ല, നമ്മുടെ സ്വശരീരത്തെ മാത്രമല്ല, പൊതു ശുചീകരണത്തിൽ നമ്മൾ ഇടപെടണം. നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കണം. അത് ഈമാനിന്റെ ഭാഗമായി എണ്ണി. അൽ ഈമാനു ബിദ്ഉൻ വസബഊന ശുഅബ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈമാനിന് പലവിധങ്ങളായ ശാഖകളുണ്ട്, 70-ൽ ചില്ലാനം വരുന്ന ശാഖകൾ. അതിൽ അതിലേറ്റവും താഴ്ന്ന ശാഖ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ വഴിയോരങ്ങളിൽ പോകുന്ന അവസരത്തിൽ മാലിന്യങ്ങൾ കാണുമ്പോൾ, തടസ്സങ്ങൾ കാണുമ്പോൾ അത് നീക്കം ചെയ്യലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വേസ്റ്റ് കണ്ടാൽ എടുത്തു മാറ്റുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. പലപ്പോഴും ഇന്ന് വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി വയലിൽ തള്ളും, അല്ലെ? ഡയപ്പറുകളും പാമ്പേഴ്സുകളും ഒക്കെ നമുക്ക് അവിടെ അത് ഒരു വേസ്റ്റായി തോന്നിയാൽ നമ്മുടെ വീട്ടിൽ അത് സംസ്കരിക്കുന്നതിന്റെ പകരം പലപ്പോഴും അത് കൊണ്ടുപോയി പൊതുവഴികളിലൊക്കെ തള്ളുന്നത് നീചമായ പ്രവർത്തനമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശാപം പേറുന്ന കാര്യമാണ് എന്ന്. തങ്ങൾ അവിടെ പറഞ്ഞു, നിങ്ങൾ 2 ശാപങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. ഏതാണ് ആ ലഅനത്തുണ്ടാക്കുന്ന 2 കാര്യങ്ങൾ സഹാബകൾ ചോദിച്ചപ്പോൾ പറയാം, ജനങ്ങൾ നിഴൽ കൊള്ളുന്ന, ജനങ്ങൾ തണലിന് വേണ്ടി ഇരിക്കുന്ന ഇടങ്ങളിൽ, അതല്ലെങ്കിൽ അവർ പാസ് ചെയ്യുന്ന അവരുടെ വഴിയോരങ്ങളിൽ നിങ്ങൾ മൂത്രിക്കലാണ്, കാഷ്ടിക്കലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ നിന്ന് മൂത്രിക്കണം എന്നില്ല. മൂത്രം ഒഴിച്ച ഡയപ്പർ കൊണ്ടുപോയി ഇട്ടാലും അതിന് സമാനമായി ജനങ്ങളൊക്കെ മൂക്ക് പൊത്തിയിട്ടാ പോവാ. എല്ലാവരും ശപിക്കും, ആ ശാപം നമ്മുടെ മക്കൾക്കൊക്കെ കിട്ടും. അത് രോഗാതുരമായി ഒരു അന്തരീക്ഷം സൃഷ്ടിക്കും. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ വിധത്തിൽ നിങ്ങൾ കാഷ്ടിക്കാനോ മൂത്രിക്കാനോ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന വിധത്തിൽ ചെയ്യാൻ പാടില്ല എന്ന്. മാത്രമല്ല, നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കണം. നമ്മുടെ വീടുകൾ മുറ്റം അടിച്ചു വാരണം.
ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബുത് ത്വയ്യിബ എന്ന് പറയുന്ന ഹദീസിന്റെ അവസാനത്തിൽ തങ്ങൾ ചേർത്ത് പറയാ ഫലദ്ഫു അഫനിയതകും, നിങ്ങളുടെ വീടും പരിസരവും ഇതെല്ലാം വളരെ വൃത്തിയോടെ സൂക്ഷിക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ വീട്, നമ്മുടെ പരിസരം, നാം ഇടപഴകുന്ന ഇടങ്ങൾ, അവിടെയെല്ലാം നല്ല വൃത്തിയോടുകൂടെ ശുചിത്വത്തോടുകൂടെ ജീവിക്കണം. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലൊക്കെ ഉണ്ടാവും കൊതുകുകൾ വളരാനുള്ള ചാൻസ് ഈ സാഹചര്യത്തിൽ കൂടുതലാണ്. അതിൽ നിന്നാണ് ഡെങ്കിപ്പനി അടക്കമുള്ള പനികൾ വരുന്നത് എല്ലാവർക്കും അറിയാം. ഫ്രിഡ്ജിന്റെ ബാക്കിലുള്ള ഡ്രൈ ഉണ്ടാവും, അതിലൊക്കെ ഉണ്ടാവും വെള്ളം വന്ന് കിടക്കുന്നു, മാസങ്ങളായിട്ടുണ്ടാവും മാറ്റി. ഇതൊക്കെ ശ്രദ്ധിക്കണം. നമുക്കിപ്പോ നമ്മളെ ആരോഗ്യ വിദഗ്ധന്മാർ നമ്മോട് പറയാം, അതൊക്കെ ഒന്ന് പോയി നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കൂല. പക്ഷെ അതൊക്കെ ഈ വിധത്തിൽ രോഗാണുക്കൾ വളരാൻ കാരണമാകും. നമ്മളെ പറമ്പിലൊക്കെ ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ ചിരട്ടകളിൽ വെള്ളം ഉണ്ടാവും, അതല്ലെങ്കിൽ നാം വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ ഉണ്ടാവും പൊട്ടിക്കിടക്കുന്ന, അതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കും. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടെ ശുചിത്വത്തിന്റെ പ്രാധാന്യം നൽകാൻ അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ശരീരത്തിൽ ആഫിയത്ത് നിലനിർത്താൻ എക്സസൈസുകൾ വേണം. നടക്കുകയും ഓടുകയും ചാടുകയും ഒക്കെ വേണം. അൽ മുഅ്മിനുൽ ഖവിയ്യു അഹബ്ബു ഇലല്ലാഹ്, നല്ല ശക്തവാനായ ആക്റ്റീവായ മുഅ്മിനാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ. മിനൽ മുഅ്മിനിൽ ളഈഫ്, പാസീവായി ഒരു ഗുണവുമില്ലാതെ നിർഗുണനായി കഴിയുന്ന മനുഷ്യനേക്കാൾ നല്ല ആക്റ്റീവായി പ്രവർത്തിക്കുന്ന മുഅ്മിനെയാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആക്റ്റീവാകുന്ന കാര്യങ്ങളെ കുറിച്ച് വിവിധങ്ങൾ സംസാരിച്ചു. നിങ്ങൾ സ്വിമ്മിംഗ് പഠിക്കണം, അസ്സിബാഹ നീന്തൽ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഹോഴ്സ് റൈഡിംഗ്, അതുപോലെ കുതിര സവാരി, അത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. അവിടെ നിന്ന് പറയാണ്, നിങ്ങൾ അനുഷ്ഠിക്കുന്ന പല കാര്യങ്ങളും ലഘുവും ലഅബുമായി വെറുതെ കളി തമാശകളായി പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇല്ല അർബഅൻ, 4 കാര്യങ്ങൾ ഒഴികെ. മുലാഅബത്തുർ റജുലി ഇംറഅതഹു വതഅദീബുർ റജുലി ഫറസഹു വമശീഹു ബൈനൽ അർബൈനി വതഅദീമുസ് സിബാഹ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അപ്പൊ അങ്ങനെ എക്സസൈസ് വരുന്ന, ഒരു വ്യായാമം വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രവർത്തിക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലൊക്കെ വ്യാപൃതരായി. എന്ന് മാത്രമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്ന അവസരത്തിൽ അബ്ദുല്ലാ, ഉബൈദുല്ലാ തുടങ്ങിയ ചെറിയ പിഞ്ചോമനകളുണ്ട്. അവരെയൊക്കെ വരിക്ക് നിർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓട്ട മത്സരം നടത്തും. എന്നിട്ട് തങ്ങൾ പറയും, മൻ സബക ഇലയ്യ ഫലഹു കദാ വകദാ, ആരാണ് എന്റെ മുന്നിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരുമെന്ന് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യാം. അപ്പൊ അവരെ ചെറു പ്രായങ്ങളിൽ തന്നെ അങ്ങനെ ഒരു ശീലം, ഒരു കായികമായ വിനോദം, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വ്യാപൃതരാക്കുകയാണ്. അങ്ങനെയുള്ള കായിക വിനോദങ്ങൾ, ഓടലുകൾ, ചാടലുകൾ, എക്സസൈസുകൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോഴേ നാം നല്ല പെർഫെക്റ്റ് ആയിരിക്കുകയുള്ളൂ. ആഫിയത്ത് അത് നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, നല്ല ഭക്ഷണം കഴിക്കുക എന്നതാണ്. വകുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബ, ഹലാലായ ഭക്ഷണം കഴിക്കണം. അത് തന്നെ ത്വയ്യിബായിരിക്കണം. നല്ല ഭക്ഷണം, നല്ല പോഷകാഹാരങ്ങളായിരിക്കണം. കുറേ കഴിക്കുക എന്നല്ല, കഴിക്കുന്ന നല്ല പോഷകാഹാരമായിരിക്കുക എന്നാണ്. അതുപോലെ തന്നെ സമീകൃത ആഹാരമായിരിക്കുക. അതത് സീസണുകളിൽ ലഭിക്കുന്ന പഴങ്ങൾ, അതത് സീസണുകളിൽ ഉണ്ടാകുന്ന പച്ചക്കറികൾ, കായ്ക്കനികൾ, ഇതൊക്കെ ഭക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല പ്രോട്ടീൻ ലഭിക്കുകയുള്ളൂ, അപ്പോഴാണ് ആഫിയത്ത് നിലനിൽക്കുകയുള്ളൂ. അത് തന്നെ കുറേ കഴിക്കാൻ പാടില്ല. ഒരുപാട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ രോഗാതുരമായി നമ്മുടെ ശരീരം രോഗിയായി മാറും, എന്നൊന്നും രോഗിയായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ജങ്ക് ഫുഡിന്റെ കാലമാണ് അല്ലെ. പുറമേ നിന്ന് പാക്കഡായി വരുന്ന ഫുഡുകൾ വാങ്ങി എപ്പോഴും കഴിക്കരുത്, വല്ലപ്പോഴും കഴിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. പലപ്പോഴും പലരും ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് പാർസലായിക്കൊണ്ടാണ് പല സന്ദർഭങ്ങളിൽ ഭക്ഷണം കൊണ്ടുവരുന്നത്. അതിലൊക്കെ പലവിധങ്ങളായ മായങ്ങളും ചേർത്തുകൊണ്ടിരിക്കുകയാണ്. പാക്കഡ് ഫുഡുകളിലൊക്കെ അത് ലാസ്റ്റിംഗ് ലഭിക്കുന്നതിന് വേണ്ടി, കൂടുതൽ കാലം നിലനിൽക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന പല മായങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് അനാരോഗ്യമായ കാര്യങ്ങൾ ഉണ്ടാക്കും. നമ്മളെ രോഗാതുരമാക്കി മാറ്റും, രോഗിയാക്കി തീർക്കും. വളരെയധികം ശ്രദ്ധിക്കണം. ഹലാലും ത്വയ്യിബുമായി ഭക്ഷിച്ചുകൊണ്ട്, അല്ലാഹു നിഷിദ്ധമാക്കി എല്ലാം വെടിഞ്ഞുകൊണ്ട് കഴിക്കുന്നത് തന്നെ അമിതമാവാത്ത വിധത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ട വിധത്തിലുള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളൊന്ന് നാം ചികിത്സിക്കണം. എല്ലാ രോഗങ്ങൾക്കും ശിഫയുണ്ട്. അപ്പൊ ശിഫയുള്ള ഇടത്തേക്ക് പോയി ട്രീറ്റ്മെന്റുകൾ നടത്തണം. എന്ന് മാത്രമല്ല, സാംക്രമികമായ രോഗങ്ങളാണ് ഉള്ളത് എങ്കിൽ ആ രോഗാണുക്കൾ മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണം.
ഇന്നിപ്പോ എന്താ പറയുന്നത്? കൊറോണയൊക്കെ ഉണ്ടായ സമയത്ത് ക്വാറന്റീൻ എന്ന് പറയുന്ന സംവിധാനം ആദ്യം നടപ്പിലാക്കിയതും അത് പ്രഖ്യാപിച്ചതും ആരാണെന്നറിയോ? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നുള്ള സാംക്രമിക രോഗമായിരുന്നു അത്വാഊൻ, പ്ലേഗ് രോഗം. തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഇദാ സമിഅതും ബിത്വാഊൻ ബിഅർദിൻ ഫലാ തദ്ഖുലുഹാ. ഒരു നാട്ടിൽ പ്ലേഗ് രോഗമുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾ ആ നാട്ടിലേക്ക് പോകാൻ പാടില്ല. വഇദാ വഖഅ ബിഅർദിൻ വഅൻതും ബിഹാ ഫലാ തഖ്റുജൂ മിൻഹാ. ഏതെങ്കിലും ഒരു നാട്ടിൽ പ്ലേഗ് രോഗമുണ്ട് എങ്കിൽ ആ ഉള്ള നാട്ടിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അവിടെ നിന്ന് പുറത്തു പോകാനും പാടില്ല. എന്താ കാരണം? അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ രോഗാണുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് പോയാൽ അവിടെ പ്രസരണം ചെയ്യും, ജനങ്ങൾക്കൊക്കെ ആ രോഗം പിടിപെടും. അപ്പൊ അതുകൊണ്ട് ഒരു ക്വാറന്റൈൻ സംവിധാനം അല്ലാണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നേരത്തെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്. ഇതൊക്കെ ജീവിതത്തിൽ പകർത്തണം. സാംക്രമികമായ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് വൈറൽ പനികൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെയാണ് അത് ബാധിച്ചത് എങ്കിൽ അതിനെന്ത് ചെയ്യണം? കുട്ടികൾക്ക് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊക്കെ മാറുന്നതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞയക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞയക്കുമ്പോൾ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികൾക്കും അത് പിന്നെ ആ നാട്ടിൽ മുഴുവനും ആ രോഗം പിടിപെടാൻ കാരണമാണ്. അപ്പൊ അതൊക്കെ ക്വാറന്റൈൻ സംവിധാനമായി പൂർണ്ണമായ ആയുരാരോഗ്യം കൈവരിക്കുന്നത് വരെ നല്ല ഒരു പ്രിക്കോഷൻ അത് നമ്മുടെ കയ്യിൽ നിന്നുണ്ടാവണം. ഇനി ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് രോഗം വരാതിരിക്കുകയില്ല. അങ്ങനെയാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം തരുന്നതിന്റെ ദാതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവൻ തരുന്നത് പലവിധങ്ങളായ ലക്ഷ്യങ്ങൾ കൊണ്ടാണ്. തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദം വലാ ഗമ്മിൻ ഹത്ത ശൗഖതി യുശാഖുഹാ. ഒരു മുഅ്മിനായ മനുഷ്യന് വരുന്ന ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ആദികൾ, വ്യാധികൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എന്തൊക്കെയുണ്ടോ എല്ലാം എത്രത്തോളം ഹത്ത ശൗഖതി യുശാഖുഹാ, അവന്റെ കാലിൽ തറക്കുന്ന ഒരു മുള്ള് വരെ ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായ. അത് കാരണം അവനെ അല്ലാഹു അവൻ ചെയ്തു പോയ തെറ്റുകൾ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗം വരുന്നത് കൊണ്ട് അതിനെ ശപിക്കുകയോ പടച്ചോനെന്താ എന്ന് നോക്കാത്തത് എന്ന് പറഞ്ഞ് അവലാതിപ്പെടുകയോ കുറ്റം പറയുകയോ ചെയ്യുകയല്ല. അതൊക്കെ നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, നാളെയെ കുറിച്ച് ഓർക്കാൻ, കുറെ തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു ബോധം നൽകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് എന്നതുകൂടെ അതിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ വായിക്കേണ്ടതുണ്ടെന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് എല്ലാവിധ മുൻ നടപടികളും സ്വീകരിച്ച് എല്ലാവിധ രോഗാതുരമായ സാഹചര്യങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാർ.